നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വയോധികയെ തെരുവ് നായ കടിച്ചുകൊന്നു. കിടപ്പ് രോഗിയായ കിഴക്കേപ്പുരയ്ക്കൽ 84 വയസ്സുള്ള കാർത്തിയായിനിയെയാണ് വീടിനകത്ത് കയറി നായ ക്രൂരമായി കടിച്ചുകൊന്നത്. ഇവരുടെ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ 60 വയസ്സുള്ള ദേവദാസിനെയും നായ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കട്ടിലിൽ കിടക്കുകയായിരുന്ന കാർത്തിയായിനിയെ വീടിനകത്ത് കയറി നായ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. 2 വർഷം മുമ്പ് വീണ് എല്ലുപൊട്ടിയതിനെ തുടർന്ന് കാർത്തിയായിനി കിടപ്പിലായിരുന്നു. ദേവദാസ് മാനസികാസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിച്ച് കിടപ്പിലായിരുന്നു. നായ വേറെ ആളുകളെയും വളർത്തുനായ്ക്കളെയും കടിച്ചിട്ടുണ്ട്. അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പ് രോഗിയായ കാർത്തിയായിനിയെ വീടിനകത്ത് കയറി കടിച്ചു കൊല്ലുകയും ഇവരുടെ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ ദേവദാസിനെ ഗുരുതരമായി കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത തെരുവ് നായയെ പിടികൂടി. അനിമൽ റെസ്ക്യൂ ടീം അംഗം ബൈജു കടങ്ങോടിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് നായയെ പിടികൂടിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കാർത്തിയായിനിയെയും മകനെയും വീടിനകത്ത് കയറി നായ ആക്രമിച്ചത്. മുഖവും കഴുത്തും ഉൾപ്പെടെ ശരീരമാസകലം കടിയേറ്റ കാർത്തിയായിനി തൽക്ഷണം മരിച്ചു. ദേവദാസിന് കാലിനാണ് കടിയേറ്റത്. കാൽപാദം കടിച്ചു കീറുകയും കാൽവിരലുകൾ കടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഒരു തൊഴിലാളിയെയും നിരവധി വളർത്തു നായ്ക്കളെയും തെരുവു നായ്ക്കളെയും കടിച്ചിരുന്നു. ഒരു തവണ നായയെ വലയെറിഞ്ഞു പിടിച്ചെങ്കിലും രക്ഷപ്പെട്ടു. തുടർന്ന് പുലർച്ചെ 1 മണിയോടെ വെള്ളറക്കാട് പള്ളിക്ക് സമീപം വെച്ച് പോലീസ് നായയെ കണ്ടെത്തുകയും ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ജനപ്രതിനിധികളും ചേർന്ന് പിടികൂടുകയുമായിരുന്നു. നായയെ വലയെറിഞ്ഞ് പിടികൂടുന്നതിനിടയിൽ വീണ് സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുവിന്റെ കൈയിന് ചെറിയ രീതിയിൽ പരിക്കുപറ്റി. നായയെ കടങ്ങോട് പഞ്ചായത്തിന്റെ ആംബുലൻസിൽ മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രകാശൻ പേങ്ങാട്ടുപാറ, വിഷയകുമാർ, സുഗിജ സുമേഷ്, ബ്ലോക്ക് മെമ്പർ KR സിമി, മുൻ മെമ്പർ അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ നേതൃത്വം നൽകിയിരുന്നു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് അതിദാരുണമായ സംഭവം നടന്നത്. 2 വർഷം മുൻപ് വീണ് എല്ലുപൊട്ടിയതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു 84 വയസ്സുള്ള കാർത്തിയായിനി. മാനസികാസ്വാസ്ഥ്യമുള്ള 60 വയസ്സുള്ള മകനും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെ കാർത്തിയായിനിയുടെ 4ാമത്തെ മകൻ മണി വീട്ടിൽ വന്ന് ലൈറ്റിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് പോയതാണ്. ഉച്ചയ്ക്കും മണി ഭക്ഷണം നൽകിയിരുന്നു. ചിക്കനും കൂട്ടി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത് ഫോട്ടോയുമെടുത്ത് കാർത്തിയായിനിയുടെ പേരമക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. വൈകിട്ട് മണി വീട്ടിൽ പോയി അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണമെടുത്ത് തിരിച്ചു വന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും സഹോദരനെയുമാണ് കണ്ടത്. നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടിയ നേരത്ത് മുഖത്തും ശരീരത്തിലും രക്തം പുരണ്ട നായ ഓടി രക്ഷപ്പെട്ടു. അതിക്രൂരമായാണ് വയോധികയെ നായ കടിച്ചിരിക്കുന്നത്. മുഖത്തും കഴുത്തിലും ആഴത്തിൽ കടിയേറ്റിട്ടുണ്ട്. മകൻ ദേവദാസിന് കാലിൽ ഗുരുതര പരിക്കുണ്ട്. വീട്ടിൽ വെച്ചു തന്നെ കാർത്തിയായിനി മരിച്ചിരുന്നു. ആക്രമണകാരിയായ നായ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പ്രദേശത്ത് ചുറ്റി നടക്കുന്നുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വലിയ ശരീരഘടനയുള്ള നായയാണ്. കാർത്തിയായിനിയെ ആക്രമിച്ച ശേഷം നായ സമീപമുള്ള വീട്ടിലെ വളർത്തുനായയെയും വീടിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന യുവാക്കളെയും ആക്രമിച്ചിട്ടുണ്ട്. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയമുണ്ട്. നാട്ടുകാരും കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദിന്റെയും നേതൃത്വത്തിൽ ജനപ്രതിനിധികളും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്ന് പ്രദേശത്ത് നായയ്ക്കായുള്ള തിരച്ചിൽ നടത്തി. നായപ്പിടുത്തക്കാരൻ ബൈജു കടങ്ങോട് 3 തവണ നായയെ പിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. പിന്നീട് രാത്രി 10 മണി കഴിഞ്ഞ് നായയെ പിടിക്കാൻ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ വടിയും ആയുധങ്ങളുമായി എത്തിയാണ് പിടികൂടിയത്. പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായയുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയും പകലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നതിനും പുറത്തിറങ്ങുന്നതിനും മുതിർന്നവരോടൊപ്പം മാത്രമേ കഴിയുന്നുള്ളൂ. പ്രദേശത്ത് തുകൽ തൊഴിൽ നടത്തുന്നതിനാൽ മാംസം ഭക്ഷിക്കുന്നതിനെത്തുന്നതാണ് തെരുവുനായ്ക്കൾ അധികവുമെന്നും പരാതിയുണ്ട്.
എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ വീടിനകത്ത് കയറി കിടപ്പുരോഗിയായ കാർത്തിയായനിയെ കടിച്ചു കൊല്ലുകയും ഇവരുടെ മകൻ മാനസികാസ്വാസ്ഥ്യമുള്ള ദേവദാസിനെ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവം മരിച്ച വ്യക്തിയുടെ സംസ്കാരത്തിനും പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സർക്കാരും പഞ്ചായത്ത് നൽകുമെന്നും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തും തദ്ദേശ മൃഗസംരക്ഷണ വകുപ്പുകളുമായി ആലോചിച്ച് നായ്ക്കളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷെൽട്ടർ നിർമ്മിക്കുവാൻ പദ്ധതിയുണ്ടെന്നും ഈ വിഷയം മുഖ്യമന്ത്രിയുടെയും തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. സ്വാഭാവികമായിട്ട് അത്തരം ഒരു പ്രശ്നം ഉണ്ടെന്ന് ഉന്നയിക്കാം. പക്ഷെ അവർ വളരെ കരുതലോടുകൂടിയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഇത്തരം ഒരു പ്രശ്നം ഉയർന്നു വന്ന സ്ഥിതിക്ക് സുരക്ഷിതമായി അവരുടെ തൊഴിലെടുക്കാൻ കൂടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അത്തരം മാംസാവശിഷ്ടങ്ങളുണ്ടെങ്കിൽ സംസ്കരിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് കൂടി ചേർന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കേണ്ടതാണ്. ചിലത് ആലോചിക്കാം. നമുക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താനാവില്ല. അവർക്ക് ആവശ്യമായ സംസ്കരിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അതെ, അത് ആലോചിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും സർക്കാരിൻ്റെ ശ്രദ്ധയിലും പഞ്ചായത്ത് മന്ത്രിയുടെ ശ്രദ്ധയിലും ഞാൻ ഇപ്പോൾ കളക്ടറോട് രാവിലെ സംസാരിച്ചിരുന്നു. അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഒരു പരിശോധന ഈ പ്രദേശത്താകെ നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം ഉടനെ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായ തയ്യാറെടുപ്പിന് ഇവിടെ പഞ്ചായത്തും നാട്ടുകാരും എല്ലാം കൂടി സഹായിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങളും നൽകും. തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുവാനും മാറ്റിപ്പാർപ്പിക്കുവാൻ ഷെൽട്ടർ നിർമ്മിക്കുവാനും പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഇതിന് 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും മരിച്ച വ്യക്തിയുടെ സംസ്കാരത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയുണ്ടായി. ആ വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ തെരുവ് നായകളെ പിടിച്ച് വന്ധീകരണം നടത്തി ഷെൽട്ടർ അടക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതിന് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെരുവ് നായകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള സമഗ്രമായ പദ്ധതി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1 ശേഷം ആ പദ്ധതി കുറ്റമറ്റ രൂപത്തിൽ നടപ്പാക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. വീട്ടുകാരുടെ തുടർ ചികിത്സയ്ക്കും അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തിയുടെ മരണാനന്തര കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ചെലവ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കുന്നതാണ്. വീടിനുള്ളിൽ MDMA വെച്ച് കള്ളക്കേസുണ്ടാക്കാൻ ശ്രമിച്ചയാളും സഹായിയും അറസ്റ്റിൽ. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കാൻ മുല്ലശ്ശേരി സ്വദേശിനിയുടെ വീട്ടിൽ 1.1 ഗ്രാം MDMA വെച്ച് കേസിലെ പ്രതികളായ ചാവക്കാട് തൈക്കാട് സ്വദേശി കുളങ്ങര വീട്ടിൽ ഹമീദ്, വിയൂർ കോലഴി സ്വദേശി അറയ്ക്കൽ വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2026 ജനുവരി 5 തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ഡാൻസ് ഓഫ് അന്വേഷണ സംഘം സബ് ഇൻസ്പെക്ടർ KV വിജിത്തിന് മുല്ലശ്ശേരിയിലെ ഒരു സ്ത്രീയുടെ വീട്ടിൽ MDMA വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും സ്ത്രീയുടെ മകന് ഇതുമായി ബന്ധമുണ്ടെന്നുമുള്ള വിവരം ലഭിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ അന്വേഷണ സംഘം പരിശോധനയിൽ രഹസ്യവിവരത്തിൽ പറഞ്ഞ വീടിനുള്ളിൽ നിന്നും 1.1 ഗ്രാം MDMA കണ്ടെത്തുകയും ചെയ്തു. ലഹരിയുടെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വീട്ടിലുള്ളവരും മറ്റും ലഹരിയുമായി യാതൊരു ബന്ധമില്ലെന്ന് വ്യക്തമായി. മൊഴികളുടെയും സൈബർ സെല്ലിന്റെയും സാങ്കേതിക സഹായത്തോടെയുള്ള അതിവിദഗ്ധമായ അന്വേഷണത്തിലാണ് പ്രതികളായ ഹമീദിനെയും രഞ്ജിത്തിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയായ ഹമീദിനെ ബലപ്രയോഗത്തിലൂടെ സാഹസികമായാണ് പിടികൂടിയത്. MDMA കണ്ടെത്തിയ മുല്ലശ്ശേരിയിലെ വീട്ടിലെ സ്ത്രീയുടെ മകനും പ്രതിയായ ഹമീദും തമ്മിലുണ്ടായ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കി കൊടുക്കാനായി ഹമീദ് MDMA രഞ്ജിത്ത് മുഖേന മുല്ലശ്ശേരിയിലുള്ള സ്ത്രീയുടെ വീട്ടിൽ വയ്ക്കാൻ നൽകുകയായിരുന്നു. സഹായത്തിനായി രഞ്ജിത്തിന് വലിയൊരു തുക ഹമീദ് വാഗ്ദാനം നൽകി. വിൽപ്പനയ്ക്കായി വീട് നോക്കാനെന്ന വ്യാജേന രഞ്ജിത്തും സ്ത്രീകളടങ്ങുന്ന സംഘവും വീട്ടിലെത്തി വീടിനുള്ളിൽ MDMA വെക്കുകയും ചെയ്തു. പിന്നീട് പോലീസിനെ വിളിച്ചറിയിച്ചു. പ്രതിയായ ഹമീദിന് വെസ്റ്റ്, ഗുരുവായൂർ, ചാവക്കാട്, പാവർട്ടി, പേരാമംഗലം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 9ഓളം കേസുകൾ നിലവിലുള്ളതായും പ്രതിയായ രഞ്ജിത്തിന് വിയൂർ, വെസ്റ്റ്, ഗുരുവായൂർ ടെമ്പിൾ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 8ഓളം കേസുകളിൽ ഉൾപ്പെട്ടതും കാപ്പ ചുമത്തിയ പ്രതിയുമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കുന്നംകുളം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളും മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിൽ വിവിധ പദ്ധതികൾക്ക് അംഗീകാരമായി. നഗരസഭാ അധ്യക്ഷ സൗമ്യാലന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ 16 പ്രധാന അജണ്ടകളാണ് പരിഗണിച്ചത്. വരാനിരിക്കുന്ന മഴക്കാലത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമാണ് യോഗം പ്രധാനമായും മുൻഗണന നൽകിയത്.
നഗരസഭാ പരിധിയിലെ കാനകളും തോടുകളും അടിയന്തരമായി ശുചീകരിക്കുന്നതിനായി JCB, ഹിറ്റാച്ചി, ടിപ്പർ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾക്ക് കൌൺസിൽ അനുമതി നൽകി. കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ അബ്ദുൾ സലാം സമർപ്പിച്ച ടെൻഡറിനാണ് അംഗീകാരം നൽകിയത്. ശുചീകരണ തൊഴിലാളികൾക്ക് ആവശ്യമായ യൂണിഫോം, സുരക്ഷാ കവചങ്ങൾ, മറ്റ് ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനുമായി കേരള സിഡ്കോ, കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്നീ അക്രഡിറ്റഡ് ഏജൻസികളുമായി ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കാനും തീരുമാനിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട 10 പ്രവൃത്തികളുടെയും 2 അമൃത് പദ്ധതികളുടെയും പുതുക്കിയ എസ്റ്റിമേറ്റുകൾ കൌൺസിൽ ചർച്ച ചെയ്തു. ഉദയഗിരി കോളനിയിലെ അങ്കണവാടി കിണർ നിർമ്മാണത്തിനിടെ ഹാർഡ് റോക്ക് കണ്ടെത്തിയതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സം പരിഹരിക്കാൻ എസ്റ്റിമേറ്റ് പുതുക്കാൻ അനുമതി നൽകി. 29-ാം വാർഡിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുതിയ ടാങ്ക് സ്ഥാപിക്കുന്നതിനും 30-ാം വാർഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് ഉയർത്തുന്നതിനുമുള്ള നിർദ്ദേശങ്ങളും യോഗം അംഗീകരിച്ചു. നഗരസഭയുടെ ആധുനിക ബസ് സ്റ്റാൻഡിലെ ദൈനംദിന ശുചീകരണത്തിനായി പുതിയ ഏജൻസിയെ കണ്ടെത്തുന്നതിനുള്ള റീടെൻഡർ നടപടികൾ പൂർത്തിയായി. കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ രമിഷ രമേശിന്റെ ടെൻഡർ യോഗം അംഗീകരിച്ചു. പോർക്കളങ്ങാട് നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി വയോമിത്രം കെട്ടിടം കൂടി വിട്ടുനൽകാൻ മെഡിക്കൽ ഓഫീസർ നൽകിയ അപേക്ഷയും കൌൺസിൽ പരിഗണിച്ചു. സുഭിക്ഷ ഹോട്ടലിലെ ഭക്ഷണ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ വിറക് ലഭ്യമാക്കാനുള്ള നടപടികൾക്കും അമൃത് മിത്ര പദ്ധതിയിൽ ഉൾപ്പെട്ട കുളങ്ങളുടെയും പാർക്കുകളുടെയും പരിപാലനം പുതുക്കി നൽകുന്നതിനും തീരുമാനമായി. നഗരസഭാ പരിധിയിലെ നിർമ്മാണ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നതിനായി പുതിയ ബൈലോ തയ്യാറാക്കുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സാനിറ്റേഷൻ വർക്കർ വർഗീസ് സിയാറിന്റെ സസ്പെൻഷൻ കാലാവധി ക്രമവൽക്കരിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിലും തീരുമാനമെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൌൺസിലർമാരായ ശ്രീജിത്ത് തെക്കേപ്പുറം, ഗീതാ ശശി, ഷാജി ആലിക്കൽ, സോമൻ ചെറുകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീജ മൊയ്തുണ്ണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ബിനോജ്, വാർഡ് മെമ്പർമാരായ അബ്ദുൾ റഷീദ്, RM ബക്കർ, ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ഓപ്റ്റോമെട്രിസ്റ്റ് നീതു P പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേനയ്ക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും വേണ്ടി നടത്തിയ ക്യാമ്പിൽ 52ഓളം പേർ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ വനിതാ ജനപ്രതിനിധികളെയും CDS ചെയർപേഴ്സൺമാരെയും ആദരിച്ചു. CV ഹാളിൽ നടന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ പഞ്ചായത്തുകളിലെ വനിതാ പ്രസിഡന്റുമാർ, നഗരസഭാ അധ്യക്ഷർ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട CDS ചെയർപേഴ്സൺമാർ ഉൾപ്പെടെ 63 പേരെയാണ് ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചത്. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷീജ പ്രശാന്ത് മുഖ്യാതിഥിയായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ എന്നിവർക്ക് MLA പൊന്നാടയണിയിച്ചു. ചടങ്ങിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സീതാ രവീന്ദ്രൻ, ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ, ആൻസി വില്യംസ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് ഗ്യാസ് ക്ഷാമം വന്നതോടെ ഇൻഡക്ഷൻ അടുപ്പ് വിപണി സജീവമായി. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരാണ് കൂടുതലായും ഇൻഡക്ഷൻ അടുപ്പ് വാങ്ങിക്കുവാൻ എത്തുന്നത്. തങ്ങൾക്ക് മറ്റൊരു സാഹചര്യം ഇല്ലാത്തതിനാലാണ് ഇൻഡക്ഷൻ അടുപ്പിലേക്ക് മാറുന്നതെന്ന് വീട്ടമ്മമാർ പറയുന്നു. പലർക്കും ഗ്യാസ് ഇപ്പോൾ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. ഗ്യാസ് ബുക്കിംഗ് ദിവസം കൂട്ടിയിട്ടുമുണ്ട്. ഇൻഡക്ഷൻ അടുപ്പ് വൈദ്യുതി ബില്ല് വർദ്ധിക്കുമെന്ന ആശങ്കയും വീട്ടമ്മമാർക്കുണ്ട്. എന്നിരുന്നാലും മറ്റു മാർഗം ഇല്ലാത്തതിനാൽ ഇത് സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. ദിനം പ്രതി വലിയ കച്ചവടമാണ് ഇൻഡക്ഷൻ അടുപ്പിനുള്ളതെന്ന് ന്യൂ കേരള ഗിഫ്റ്റ് ഹൌസ് ഉടമ ഫഹദ് പറഞ്ഞു. നിലവിൽ അടുപ്പ് ഉണ്ടെങ്കിലും സ്റ്റോക്ക് തീർന്നാൽ ഇതും കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാവുക എന്നും ഇവർ പ്രതികരിച്ചു. ഞങ്ങളൊക്കെ 100% ഗ്യാസ് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നവർക്ക് ഇപ്പം ഗ്യാസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഡെയിലി ന്യൂസിൽ കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫ്ലാറ്റിൽ ഇരിക്കുന്നവർക്ക് വേറെ ഓൾട്ടർനേറ്റ് ഒരു സംവിധാനവും ഇല്ല, വിറകോ ഒന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ വന്നിട്ട് ഇൻഡക്ഷൻ കുക്കർ വാങ്ങുകയാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇൻഡക്ഷൻ കുക്കർ വാങ്ങാൻ സാധിച്ചു എന്ന് വരില്ല. അതിന് വേണ്ട പാത്രം വേണം. അതൊരു എക്സ്പെൻസീവ് പരിപാടി തന്നെയാണ്. അപ്പം ഞങ്ങൾ വാങ്ങണ പോലെ സാധാരണക്കാർ ബുദ്ധിമുട്ടും. ഇപ്പം നിലവിൽ എല്ലാ കമ്പനികളിലും സ്റ്റോക്ക് ഔട്ടാണ്. പ്രസ്റ്റേജ് ആയാലും പ്രീതി എല്ലാ ബ്രാൻഡും സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പം നിലവിൽ എല്ലാ ഷോപ്പുകളിലും ഉള്ള സ്റ്റോക്കുകൾ വിറ്റ് തീരുന്നത് വരെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്ഷൻ അല്ല ഇൻഡക്ഷൻ കുക്കർ. ശരിക്കും പറഞ്ഞാൽ എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്.
പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പുതുതായി സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി. വൈകുന്നേരങ്ങളിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ എത്തുന്നവരുടെയും പ്രഭാത സവാരിക്കാരുടെയും കാലങ്ങളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായത്. എംഎൽഎയുടെ SDF ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ട് പ്രകാശപൂർണ്ണമാക്കിയത്. AC മൊയ്തീൻ MLA സ്വിച്ച് ഓൺ നിർവഹിച്ചു. മണ്ഡലത്തിലെ പ്രധാന കളിസ്ഥലമായ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് 1 കോടി രൂപ അനുവദിച്ചതായി MLA പറഞ്ഞു. ഏതെല്ലാം രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്ന് ഗ്രൗണ്ട് കമ്മിറ്റിയും സ്കൂൾ അധികൃതരുമായി യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ സജിത്ത്, പഞ്ചായത്ത് സെക്രട്ടറി P. ശ്രീജിത്ത്, വിവിധ വാർഡ് മെമ്പർമാർ, കായിക പ്രേമികൾ എന്നിവർ പങ്കെടുത്തു. സമഗ്ര പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി മന്ദരോഗ നിയന്ത്രണത്തിനായി രക്തസാമ്പിൾ പരിശോധന വയലത്തൂർ സെന്റ് സിറിയക് പള്ളിയിൽ സംഘടിപ്പിച്ചു. രാത്രി 10 മുതൽ 12:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രവും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബുവിന്റെ അധ്യക്ഷതയിൽ ഫാദർ വർഗീസ് പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K. സുജിത്ത്, SN ഹമീമ, ഹർഷരാജ്, ആശാ വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗണേഷ് കുമാറിനെതിരെ സഹധർമ്മിണി തെളിവ് സഹിതം പരാതി ഉന്നയിച്ചിട്ടും ഒരക്ഷരം ഉരിയാടാതെ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത് എന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ആരോപിച്ചു. തൃത്താല നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലൂരിൽ നടന്ന ലീഡേഴ്സ് മീറ്റും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ MLA കൂടിയായ VT ബൽറാം. UDF ചെയർമാൻ TK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PEA സലാം, UDF നിയോജക മണ്ഡലം കൺവീനർ SMK തങ്ങൾ, DCC വൈസ് പ്രസിഡന്റ് CH ഷൌക്കത്ത് അലി, DCC ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമനൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്യുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ഈ മാസം 18-ന് വൈകുന്നേരം 4 മണിവരെ അപേക്ഷകൾ സ്വീകരിക്കും. 19-ാം തീയതി രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖം നടത്തും. ഏതെങ്കിലും കാരണത്താൽ ഇന്റർവ്യൂ ദിവസം അവധി ദിവസമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം രാവിലെ 10 മണിക്ക് തന്നെ ഇന്റർവ്യൂ നടത്തും. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മലയാളം, ഇംഗ്ലീഷ്, ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും നിർബന്ധമാണ്. സമീപവാസി ും ഗ്രാമപഞ്ചായത്തുകളിൽ ക്ലർക്ക് തസ്തികയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും നിലവിൽ PSCയുടെ ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും മുൻഗണനയുണ്ട്. 50 വയസ്സാണ് പ്രായപരിധി. കൂടുതൽ വിവരങ്ങൾക്ക് 04872 50 72 06 94 96 04 60 15 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,780 രൂപ, പവന് 1,18,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.